ഹലോ ഹൈ, നിങ്ങളൊരു മാമ്പഴ പ്രേമിയാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടുവളപ്പിൽ നടേണ്ട ഒരു മാവിനുമാണ് കാലാപ്പാടി. ഞാൻ 100% ഉറപ്പ് തരുന്നു, നിങ്ങൾ ഇതിൻ്റെ തൈകൾ മേടിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു മാമ്പഴമാണ് കാലാപ്പാടി. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഒട്ടും തന്നെ ഫൈബർ ഇല്ല. അതേ തന്നെ നല്ല മധുരം, അതിമധുരമാണ് കാലാപ്പാടി മാമ്പഴത്തിന്. പോരാത്തതിന് ഒരു പ്രത്യേക ഫ്ലേവറും ഉണ്ട്. ആരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ് കാലാപ്പാടിക്കുള്ളത്. നിങ്ങൾ ഇതിൻ്റെ ഒരു മാമ്പഴം എവിടുന്നെങ്കിലും കഴിക്കുമോ, നിങ്ങൾ എത്ര വില കൊടുത്തു ഇതിൻ്റെ തൈകൾ തേടി നടും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കാലാപ്പാടിക്ക്. ഇപ്പോൾ നഴ്സറിയിലെല്ലാം നല്ല ഡിമാൻഡുള്ള ഒരു തൈ കൂടിയാണ് കാലാപ്പാടി. ഇതിൻ്റെ ബഡ് തൈയോ ഗ്രാഫ്റ്റ് തൈയോ ഒക്കെ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു മാങ്ങ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കുന്നത്. നിറച്ച് നമുക്ക് കഴിക്കാൻ കിട്ടും. പിന്നെ മാങ്ങാണ്ടിക്കൊക്കെ വലിപ്പം തീരെ കുറവാണ്, നമുക്ക് ഫുള്ള് ഫ്ലഷ് തന്നെ കഴിക്കാൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പ്രത്യേക ഫ്ലേവറും അതിനൊക്കെ നല്ലൊരു കളറും ആരെ ആകർഷിക്കുന്ന ഒരു മാമ്പഴം തന്നെയാണ് കാലാപ്പാടി. ഇത് പിടിക്കുമ്പോൾ കൊലകൊലയായിട്ടാണ് പിടിക്കുന്നതും. ഇതിപ്പോൾ ലാസ്റ്റ് സീസണാണ്, ഫുള്ള് പറിച്ചു കഴിഞ്ഞു. പുഴുശല്യം ഒരു കുറവുള്ളൊരു മാങ്ങ കൂടിയാണ് കാലാപ്പാടി. എന്നിരുന്നാലും ചെറിയ പുഴുശല്യം കാണാറുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇത് നേരത്തെ പിച്ച് വയ്ക്കും, അല്ലെങ്കിൽ ഫെറമോണിയൊക്കെ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും. നല്ല രീതിയിൽ കായ്ക്കുന്ന ഒന്നും കൂടാണ് കാലാപ്പാടി. നമുക്കിത് ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിരത്തോ നടാം. എപ്പോഴും നിരത്ത് നടുന്നതായിരിക്കും തോനെ നല്ലത്. നല്ലവണ്ണം വളരെ ഇഷ്ടംപോലെ കായകൾ കിട്ടും. അല്ലാതെ ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ കായ്പിടുത്തം കുറവായിരിക്കും. നല്ലവണ്ണം കായ്ക്കും. ചില കൊല്ലങ്ങളിൽ കൊലകുത്തി കായ്ക്കും, അടുത്ത ചില കൊല്ലങ്ങളിൽ അല്പം കുറവായിരിക്കും. എന്നിരുന്നാലും നല്ല രീതിയിൽ എല്ലാ കൊല്ലം കായ്ക്കും പൂക്കുകയൊക്കെ ചെയ്യും. ഇത് ഒന്നിൽ കൂടുതൽ തവണ പൂക്കുമെങ്കിലും സാധാ മാമ്പഴ സീസണിലാണ് ഒരുപാട് മാങ്ങകൾ പിടിക്കാറ്. ഇതാണ് ഏകദേശം ഒരു പഴുത്ത മാങ്ങ എന്ന് പറയാൻ. ഇത് ഇനിയും പഴുക്കാനുണ്ട്. പഴുക്കുമ്പോൾ നല്ല മഞ്ഞയിലോട്ട് വരും, അകം നല്ല ഒരു കളർഫുള്ളായിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ തൈകൾ എവിടെയാണെങ്കിലും പോയി ഇത് വാങ്ങും. അത്രയ്ക്ക് ടേസ്റ്റുള്ള മാമ്പഴമാണ്. നിങ്ങൾ വീട്ടിൽ ഒരു തൈയാണ് നടാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും ഇതിൻ്റെ ഒരു തൈ വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റുള്ള മാമ്പഴമാണ്. നല്ല കണക്ക് പിടിക്കും. നിങ്ങൾ നടേണ്ട നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുക. ഇത് അങ്ങോട്ട് നല്ല വളപ്രയോഗം നൽകി കഴിഞ്ഞാൽ ഏകദേശം 3-ാം കൊല്ലം മുതൽ തന്നെ ബഡ് തൈ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കായ്ച്ചു തുടങ്ങും. ആദ്യത്തെ കൊല്ലം നമുക്ക് മാങ്ങ കുറവാണെങ്കിലും പിന്നീട് മരം വളരുന്ന ഇഷ്ടം പോലെ മാങ്ങകൾ പിടിക്കും. ഇത് ഒരിക്കലും ഒരു നഷ്ടമുള്ളൊരു മാവിൻ തൈയേ അല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾക്ക് ഇതിപ്പം കഴിച്ചാലേ ഇതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിൻ്റെ മാങ്ങ കിട്ടുമോ നിങ്ങൾ തീർച്ചയായും കഴിച്ചു നോക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ തൈകൾ മേടിച്ച് വെക്കണം എന്നുള്ളത്. അത്രയ്ക്ക് നല്ലൊരു മാമ്പഴമാണ് കാലാപ്പാടി ഉള്ളത്. നല്ല രീതിയിൽ പിടിക്കും. ഇതിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ മാങ്ങയുടെ പുറത്തൊരു ചെറിയൊരു പൗഡർ കോട്ടിങ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് മാങ്ങ പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. ഇതിപ്പം ഈ കൊല്ലത്തെ ലാസ്റ്റ് വിളവെടുപ്പാണ്. ഒരുപാട് നേരത്തെ പിച്ചി എടുത്തിരുന്നു. ഇതിപ്പം ലാസ്റ്റായിട്ട് പോലും അത്യാവശ്യം 10-100 മാങ്ങകളും കിട്ടി. ഞങ്ങൾക്കൊരു 3-4 വട്ടത്തോളം നമ്മൾ പറിച്ചെടുത്തിരുന്നു. ഇഷ്ടംപോലെ മാമ്പഴം കിട്ടും. അപ്പോൾ നമ്മളിത് പറിച്ചെടുത്ത് വെച്ച് പഴിപ്പിക്കാറാണ് പൊതുവെ പതിവ്. നല്ല ഡിമാൻഡാണ്, എല്ലാവരും ആവശ്യപ്പെടും. അപ്പോൾ തന്നെ മാങ്ങകളെല്ലാം തീർന്നു പോകാനാണ് ഉള്ളത്. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ എവിടെയെങ്കിലും കിട്ടുന്നത് തീർച്ചയായും നിങ്ങൾ മേടിച്ച് വെക്കുക. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റുള്ള മാമ്പഴം തന്നെയാണ്. നമ്മുടെ നാടൻ മാവനങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഏറ്റവും നല്ല മാങ്ങകളിൽ ഒന്ന് തന്നെയാണ് കാലാപ്പാടി. ഇപ്പം ഇതാണ് കൊലകൊലയായിട്ട് നിൽക്കുന്നത് പച്ചമാങ്ങയാണ്. ഇതിന് ഈ 2-3 ദിവസം കഴിയുമ്പോൾ പഴുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീട്ടിൽ കാലാപ്പാടി ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.